നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വലിയ തൂക്കമൊന്നും ഇല്ലെങ്കിലും പഴയ സ്വർണ്ണമല്ലേ, മാറ്റു കൂടും. അമ്മായി എന്തിനാ മാല തട്ടിപ്പറിച്ചത്? അതിങ്ങ് തന്നെ. ഭർത്താവ് കൂടെ ഇല്ലാത്ത ഈ മാല മാത്രം കഴുത്തിലിട്ടിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് നിന്റെ അമ്മയ്ക്ക് മനസ്സിലായി. നിനക്ക് ഇതുവരെ അത് പിടികിട്ടിയില്ല. മാല തിരിച്ചതാ അമ്മായി, എന്നിട്ട് സംസാരിക്കാം. തരില്ല. അല്ലേലും ഞാൻ ഈ മാല ചോദിക്കാനിരിക്കുകയായിരുന്നു. ശിവാനിയുടെ കല്യാണം നടത്താൻ ഒരുപാട് സ്വർണം വേണം. ഇത്രയും കാലം നിങ്ങളെ സംരക്ഷിച്ചതിന് ഇതും കൂടി അവക്ക് കൊടുത്തേക്കാം. അയ്യേ, ഈ മാലയൊന്നും എനിക്ക് വേണ്ട. ഇത് കൊടുത്തിട്ട് നമുക്ക് പുതിയത് വാങ്ങാം. വാങ്ങാം മോളെ. എരണം കെട്ട ഒരു താലി കിടന്ന ഇതിനു പകരം വേറൊരെണ്ണം ഇന്ന് തന്നെ വാങ്ങാം. ഇത് കൊടുത്തിട്ട് ആരും പുതിയത് ഇവിടെ വാങ്ങുന്നില്ല. മര്യാദയ്ക്ക് ആ മാല ചന്ദ്രയ്ക്ക് തിരിച്ചു കൊടുക്കണു. അച്ഛൻ എന്തിനാ ഇതിൽ ഇടപെടുന്നേ? ആന്റി ഇനി അത് ഇടുന്നില്ലെന്ന് തീരുമാനിച്ചതാ. എത്രമാത്രം വേദനയോടെയാ ചന്ദ്രി ആ മാല ഇന്ന് താലി ഊരിയെന്ന് എനിക്കറിയാം. അത് തട്ടിപ്പറിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെന്താ കുഴപ്പം? നാളെ നിധിക്ക് കല്യാണം ആകുമ്പോ നമ്മൾ ഇത്തിരി സ്വർണം തിരിച്ചു കൊടുത്താ പോരെ? നിഖിലിന് ഫീസ് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ ഈ മാല ഊരിയത്. അത് തട്ടിപ്പറിച്ച ദൈവം പൊറുക്കിലേ എടുത്തി. കൂടുതൽ സംസാരമൊന്നും വേണ്ട. നിങ്ങളുടെ പക്ഷത്ത് നിന്ന് ഇങ്ങേര് എന്നെ എന്റെ മോളെ ദ്രോഹിക്കുന്നത് കൊണ്ടാ ദൈവം പൊറുക്കാത്തത്. മനസ്സിലായോ? വാടി. ഇത് വാങ്ങ ചന്ദ്രി. നിധിക്ക് കൊടുത്താ മതി. അവളിത് പണയം വെച്ച് നിഖിലിന്റെ ഫീസ് കൊടുക്കട്ടെ. ഫീസിന്റെ കാര്യം നിങ്ങൾ എന്താ എന്നോട് പറയാതിരുന്നത്? ഇത് 30,000 രൂപയുണ്ട്. ഫീസ് അടയ്ക്കാൻ ഇത് മതിയാവില്ലേ? വേണ്ട മാവ, ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഈ കാശും നിന്റേതാണ് മോളെ. നിനക്ക് 5 വയസ്സുള്ളപ്പോ ഞാനൊരു ചെറിയ എമൗണ്ട് ഇൻഷുറൻസിൽ നിക്ഷേപിച്ചിരുന്നു. അടുത്ത ആഴ്ച അത് മെച്ചുവേർഡായി കാശ് കൈ കിട്ടും. ഒരാഴ്ചത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ ഇത് വാങ്ങ്. ചന്ദ്രി, നീ ഈ മാലയും തിരിച്ചിടണം. അമ്മാവ, ശിവാനിയുടെ കല്യാണം അടുത്ത് വരികയല്ലേ, അതിന്റെ ചെലവുകൾ ഉണ്ടാവില്ലേ? അതിനിടയില് ഇൻഷുറൻസിന്റെ കാശ് മറിക്കണോ? എന്തായാലും നിനക്ക് അവകാശപ്പെട്ട പണം കൊണ്ട് ഞാൻ ശിവാനിയുടെ കല്യാണം നടത്തില്ല. എന്റെ ഭാര്യയും മകളും ചെയ്ത പാപത്തിന് ഞാൻ കൂട്ടുനിന്നുപോയി. അതിന് ഇതൊന്നും പ്രായശ്ചിത്താവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇത് വാങ്ങുമോളെ. ചന്ദ്രി, എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഈ മോഡൽ മതി. അയ്യേ, അത് കൊള്ളില്ല. ഇതാ നല്ലത്. നിനക്ക് ഇക്കാര്യത്തിൽ യാതൊരു സെൻസും ഇല്ല. എനിക്കല്ല, ഏട്ടനാ സെൻസും സെൻസിബിലിറ്റി ഒന്നും ഇല്ലാത്തത്. ക്ലബ് മെമ്പർഷിപ്പ് എമൗണ്ട് ഉടനെ കൂട്ടണം. ഇല്ലെങ്കിൽ സകല ലോ ക്ലാസ്സുകാരും മെമ്പേഴ്സായി ക്ലബിന്റെ വില മുഴുവൻ നശിപ്പിക്കും. മെമ്പർഷിപ്പ് ഫീസ് ചുരുങ്ങിയത് 10 ലക്ഷം രൂപയെങ്കിലും ആക്കണം. ശരി, ബോർഡ് മീറ്റിംഗ് കൂടി ബാക്കി നമുക്ക് തീരുമാനിക്കാം. വസു, കല്യാണക്കുറിയുടെ മോഡൽ നീ നോക്ക്. ഏതായിരിക്കും നല്ലത്? അതൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഗൗതം അമ്മയെന്ന് വിളിച്ചത് നിന്നെയല്ലേ? അവന്റെ കല്യാണം ഗ്രാൻഡായി നടത്താൻ ഞങ്ങൾ എല്ലാവരും ഉത്സാഹിക്കുക. പക്ഷേ നീ ഒന്നിലും താല്പര്യം കാണിക്കാത്തതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ എന്തിനും താല്പര്യം കാട്ടണം?
നിങ്ങൾ തന്നെ കാർഡ് സെലക്ട് ചെയ്ത് പ്രിന്റ് എടുത്ത് വിതരണം ചെയ്യ്. എനിക്ക് ഒരെണ്ണം പോലും വേണ്ട. കാരണം ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നില്ല. എന്താ വസു ഇത്? നിന്നെ എല്ലാരും ഇവിടെ ബഹുമാനിക്കുന്നില്ലേ? എന്ത് കാര്യത്തിനും നിന്റെ അഭിപ്രായമല്ല ആദ്യം ചോദിക്കുന്നത്. എന്നിട്ട് നീ ഇങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും വിഷമാവും. ശരിയായിട്ടാ. ഏത് ഭൂമി വാങ്ങണമെന്നും ഏത് കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്നും തീരുമാനിക്കുമ്പോ എന്റെ അഭിപ്രായം ചോദിക്കാറുണ്ട്. പക്ഷെ ഈ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോ വസുന്ധരയുടെ വാക്കുകൾക്ക് പുല്ലുവിലയായിരുന്നു. എന്തായാലും നിങ്ങളുടെ സന്തോഷത്തിന് തടയിടാൻ ഞാൻ വരുന്നില്ല. നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ കല്യാണം നടക്കട്ടെ. പക്ഷേ ആ കതിർ മണ്ഡപത്തില് എന്നെ പ്രതീക്ഷിക്കണ്ട. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മയ്ക്ക് ശിവാനിയും അവളുടെ വീട്ടുകാരെ ഇഷ്ടപ്പെടാനാവുന്നില്ലെങ്കിൽ നമുക്ക് ഈ വിവാഹം ക്യാൻസൽ ചെയ്യാം. ജോത്സ്യൻ പറഞ്ഞ പെണ്ണിന് വിവാഹം കഴിക്കാൻ പാറു പറയുന്നു. വേണ്ടെന്ന് അമ്മയും. നിങ്ങളെല്ലാവരും എപ്പോഴും വിധി വിധി എന്ന് പറയാറില്ലേ? ആ വിധി പോലെ നടക്കട്ടെ. പാറു, ഒരുക്കങ്ങളെല്ലാം നിർത്തിവെക്ക്. അച്ഛൻ അശോകനങ്ങളിനെ വിളിച്ച് കല്യാണം ക്യാൻസൽ ചെയ്യാണെന്ന് പറഞ്ഞേക്ക്. ഇത്രയൊക്കെ ആയിട്ട് കല്യാണം വേണ്ടെന്ന് വെക്കാനോ? അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുക്കാം. അതേ വഴിയുള്ളൂ. എല്ലാരും ഇങ്ങനെ തുടങ്ങുന്നതേ മഹാ കുഴപ്പോ. ദേ, വസുന്ധര ഒരു കാര്യം മനസ്സിലാക്കണം. 4 വർഷമായി ഇതുപോലൊരു ജാതകം കിട്ടാൻ വേണ്ടി ശ്രമിക്കുക നമ്മള്. പണക്കാരിയുടെ ജാതകങ്ങള് നീയും കുറെ കൊണ്ടുവന്നതല്ലേ? ഒരെണ്ണമെങ്കിലും ചേർന്നോ? പറയാൻ. അമ്മ ഒന്നും വേണ്ട, എല്ലാം നശിക്കട്ടെ, എല്ലാം ഇതോടെ തീരട്ടെ. അമ്മേ, എന്ത് ഭ്രാന്ത ഈ കാട്ടുന്നു പറയുന്നൊക്കെ? അതെ, എനിക്ക് ഭ്രാന്താടാ, മുഴുവൻ ഭ്രാന്ത്. എല്ലാവരും വിവാഹം കഴിക്കുന്നത് സ്വന്തം വംശം നിലനിർത്താനാ. ഇവിടെ ഞാൻ ആഗ്രഹിച്ചതേ എന്റെ മോന്റെ ജീവൻ മാത്രം. ഗൗതമിനെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല. അവനെ സ്നേഹിക്കണം. ആ സ്നേഹം വെറും ഷോയല്ല, മനസ്സിന്ന് വരണം. ഞാൻ ഇവനോട് കാണിക്കുന്ന സ്നേഹം വെറും ഷോ ആണെന്നാണോ എഴുതി പറയുന്നത്? ഞങ്ങളുടെ ജീവനും ജീവിതവും ഗൗതമാണ് വസു. അവൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞങ്ങള് ജീവിച്ചിരിക്കില്ല. ഇവളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗോപിയേട്ടാ. ഇവള് തന്ന ജീവിതം ഇവള് തന്നെ തിരിച്ചെടുക്കാന്ന് കരുതിയാ മതി. നിങ്ങളൊക്കെ എന്തിനാ ഇത്ര സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ കല്യാണത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്കെല്ലാം വിഷമമുള്ള കാര്യമാണ്. അമ്മയില്ലാതെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? നിന്റെ വിവാഹത്തിൽ പങ്കെടുക്കണം അല്ലേ? അതെ. നിങ്ങൾ എല്ലാവരും നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പങ്കെടുക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? നീതി കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ല.